സാധാരണ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് കായികമേളകൾ ഇന്നുവരെ സംഘടിപ്പിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഇൻക്ലൂസീവ് കായികോത്സവം എന്ന പേരിൽ കുട്ടികൾക്ക് പ്രത്യേകമായി പരിശീലനം കൊടുക്കുകയും അവർ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മത്സരം സംഘടിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഈ വർഷത്തെ സ്കൂൾ കായികമേളയിൽ സാധാരണ കായികമേളയുടെ 2 ദിവസങ്ങളിൽ ഇൻക്ലൂസീവ് കായികോത്സവം കൂടി ഉൾപ്പെടുത്തി എറണാകുളത്ത് വളരെ വിപുലമായ രീതിയിലാണ് ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കായികോത്സവം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയത്. കായികോത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക്, അതിലൊട്ടുമിക്ക കുഞ്ഞുങ്ങൾക്കും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ തന്നെ മൈൽഡ് മോഡറേറ്റ് കാറ്റഗറിയിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്പോർട്സിൽ വളരെയധികം ഇൻട്രസ്റ്റ് നമുക്ക് അപ്പോൾ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ പഠനപരമായിട്ടുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ച് അവർ കായികപരമായി മുന്നേറാനുള്ള ഒരു ശേഷി അവരിലുണ്ട് എന്ന് ഈ കായികോത്സവത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ ശാസ്ത്രമേളകളിൽ എല്ലാ കുട്ടികളെയും പോലെ പങ്കെടുക്കാനേ അവർക്കും സാധിക്കുകയുള്ളൂ. അതിൽ അവർക്ക് പ്രത്യേകിച്ചുള്ള പരിഗണനകളൊന്നുമില്ല. എന്നാൽ വിഷ്വൽ ഇമ്പയർമെൻറ്റ്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് മറ്റു കുട്ടികളോടൊപ്പം തന്നെ മത്സരിച്ച് നല്ല ഉന്നതമായ സ്ഥാനങ്ങൾ നേടുന്ന കുഞ്ഞുങ്ങൾ ധാരാളം തന്നെ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെയുണ്ട്. ഇനി പരീക്ഷകൾ നൽകുന്ന സഹായത്തെക്കുറിച്ച് കൂടി അറിയാൻ താല്പര്യം. പരീക്ഷകൾ എന്ന് പറയുമ്പോൾ SSLC പരീക്ഷയാണ് പ്രധാനമായും നമ്മൾ 1 മുതൽ 10 വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ് പ്രധാനമായിട്ടുള്ളത്. ഈ പരീക്ഷയ്ക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ 40% സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് പരീക്ഷ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട സാറ് കമ്മീഷണറായിരുന്ന കാലത്ത് ബോർഡർ ലൈൻ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികൾക്കും കൂടി പരീക്ഷയ്ക്ക് അധിക സമയവും അവർക്ക് ഏത് തരത്തിലുള്ള പ്രശ്നമാണോ ഉള്ളത് എന്ന് കണ്ടെത്തി അവരുടെ മെഡിക്കൽ ബോർഡിൻ്റെ ഒരു അസസ്മെൻറ്റിൻ്റെ ഫലമായിട്ട് അവർക്ക് സ്ക്രൈബിനെയോ ഒക്കെ കൂടെ വെച്ച് എഴുതാൻ പറ്റുന്ന ഒരു സംവിധാനം കിട്ടുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഈ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് വളരെയധികം ഒരു ബാലികേറാ മലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഭിന്നശേഷി സംവരണം ഒക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇത് കിട്ടുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. നല്ല പ്രശ്നങ്ങളുള്ള ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആയിരുന്നാലും ഹിയറിംഗ് ആയിരുന്നാലും ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് നല്ലപോലെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ മെഡിക്കൽ ബോർഡിൻ്റെ മുന്നിൽ ഹാജരാക്കുമ്പോൾ ആ പേരൻസിന് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ മുന്നിൽ ഒരു കുട്ടിയെ എത്തിച്ചു കഴിയുമ്പോൾ അവിടെ ഇതിന് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം വേണം. അദ്ദേഹമാണ് ഇവരുടെ IQ അസസ് ചെയ്യേണ്ടുന്നത്. എന്നാൽ പല ജില്ലയിൽ മൊത്തത്തിൽ ചിലപ്പോൾ 1-2 പേരെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവർ എല്ലാ ഹോസ്പിറ്റലുകളിലും, നമ്മൾ കൊല്ലം ജില്ലയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റാണുള്ളത്. ഈ സൈക്കോളജിസ്റ്റാണ് പുനലൂർ, കൊട്ടാരക്കര, കൊല്ലം തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും പോയി ഈ കുട്ടികളെ അസസ് ചെയ്യേണ്ടുന്നത്. രക്ഷിതാക്കൾ വളരെയധികം ബുദ്ധിമുട്ടുകയും അവരുടെ സാഹചര്യങ്ങൾ മുമ്പേ സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അമ്മമാരുടെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. അവർ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ദീർഘദൂരം സഞ്ചരിച്ച് 1-2 ആഴ്ചകൾ ഇതിൻ്റെ പിറകെ സഞ്ചരിക്കേണ്ടുന്ന ഒരവസ്ഥയാണുള്ളത്. സത്യത്തിൽ അതിനൊക്കെ ഒരു ഏകീകരണം ഉണ്ടായി അത് ഏറ്റവും അവരുടെ വീടിന് സമീപമുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് ലഭ്യമാക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളത് ഒരു അഭ്യർത്ഥന കൂടിയാണ്.